വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. അപ്പോൾ നമ്മുടെ 6ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ എല്ലാവരും നമ്മുടെ ബേസിക് സയൻസ് എക്സാമിന് വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ബേസിക് സയൻസിൽ എക്സാമിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണം. ഫുൾ മാർക്കിൽ കുറഞ്ഞ ഒന്നും നമുക്ക് വേണ്ട, ഫുൾ മാർക്കാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ എക്സാമിനുള്ള ഒരു ചാപ്റ്റർ ആണ് അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ, അഥവാ ആകർഷിച്ചും വികർഷിച്ചും എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി ചാപ്റ്റർ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെ? അപ്പൊ അതിനുവേണ്ടി നമ്മുടെ അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ, ആകർഷിച്ചും വികർഷിച്ചും എന്ന ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ? റെഡി അല്ലേ നിങ്ങള്? എങ്കിൽ ഇതാ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ ബാർ മാഗ്നറ്റ് ഈസ് സസ്പെൻഡഡ് ഫ്രീലി. ഒരു ബാർ മാഗ്നറ്റ് ഇവിടെ സ്വതന്ത്രമായി തൂക്കിയിട്ടിട്ടുണ്ട്. അനദർ ബാർ മാഗ്നറ്റ് ഈസ് ബ്രോട്ട് നിയർ ദിസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇതാ ഇവിടെ വേറൊരു ബാർ മാഗ്നറ്റ് ഈ തൂക്കിയിട്ട ബാർ മാഗ്നറ്റിന്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ചോദ്യം ഇതാണ്, വാട്ട് വിൽ ഹാപ്പൻ ടു ദ സസ്പെൻഡഡ് മാഗ്നറ്റ് വൈ? ഈ തൂങ്ങിക്കിടക്കുന്ന മാഗ്നറ്റിന് എന്ത് സംഭവിക്കും, എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. മിസ് ഒന്നും കൂടെ പറയാം. ഒരു ബാർ കാന്തം സ്വതന്ത്രമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ മറ്റൊരു ബാർ കാന്തം ഇതിന് സമീപം കൊണ്ടുവന്നിരിക്കുന്നു. സസ്പെൻഡ് ചെയ്യുന്ന കാന്തത്തിന് എന്ത് സംഭവിക്കും, എന്തുകൊണ്ട്? അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക, നിങ്ങൾ പറഞ്ഞേ, എന്തായിരിക്കും സംഭവിക്കുക? നമുക്കറിയാം നമ്മുടെ ബാർ മാഗ്നറ്റുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ? എന്താണ് പ്രത്യേകത? നമ്മുടെ ബാർ മാഗ്നറ്റുകൾക്ക് 2 ധ്രുവം ഉണ്ട്, 2 പോൾസ് ഉണ്ട്. ഏതൊക്കെ പോൾസ് ആണ്? നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ വേറൊരു മാഗ്നറ്റ് നമ്മൾ ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ഇവിടെ, സൗത്ത് പോൾ ഇവിടെ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ സൗത്ത് നോർത്ത് 2 വ്യത്യസ്ത പോൾസ് ആണ് അല്ലെ? അങ്ങനെ 2 വ്യത്യസ്ത പോളുകളാണ്, 2 വ്യത്യസ്ത ധ്രുവങ്ങളാണ് അടുത്തേക്ക് വരുന്നതെങ്കിൽ, ഇങ്ങനെ അടുത്തേക്ക് വരുന്നതെങ്കിൽ അവിടെ നടക്കുന്നത് എന്തായിരിക്കും? യെസ്, അവിടെ നടക്കുന്നത് അട്രാക്ഷൻ ആയിരിക്കും. അട്രാക്ഷൻ അഥവാ ആകർഷണമായിരിക്കും അവിടെ നടക്കുക അല്ലെ? ആകർഷണമായിരിക്കും അവിടെ നടക്കുക. അതേസമയം ഇതേപോലെ 2 മാഗ്നറ്റ്സ് എടുത്തിട്ട് രണ്ടിന്റെയും ഒരേപോലുള്ള പോളുകളാണ് അടുത്ത് വരുന്നതെങ്കിൽ, ഇപ്പൊ ഇവിടെ നോർത്ത് സൗത്ത്, ഇവിടെ സൗത്ത് നോർത്ത്, ഇങ്ങനെ സെയിം പോൾസ്, ഒരേപോലുള്ള പോളുകളാണ് അടുത്തടുത്ത് വരുന്നതെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ റിപ്പൽഷൻ അഥവാ വികർഷണമാണ് സംഭവിക്കുന്നത് അല്ലെ? റിപ്പൽഷൻ അഥവാ വികർഷണമാണ് സംഭവിക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ ഇവിടെ തന്നിട്ടുള്ള ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ നോക്കുന്ന സമയത്ത് ഇതാ ഇവിടെ നമ്മുടെ സൗത്ത് പോൾ ആണ്, ഈ ബാർ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ ആണ് അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഒരേപോലുള്ള പോൾസ് ആണ് അടുത്തത് വരുന്നത് അല്ലെ? സെയിം പോൾസ് അല്ലെങ്കിൽ ലൈക്ക് പോൾസ് ആണ് അടുത്തടുത്തേക്ക് വരുന്നത്. അതായത് സജാതീയ ധ്രുവങ്ങളാണ് അടുത്തടുത്തേക്ക് വരുന്നത്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? റിപ്പൽഷൻ ആണ് സംഭവിക്കുന്നത് അല്ലെ? റിപ്പൽഷൻ ആണ് സംഭവിക്കുന്നത് അഥവാ വികർഷണമാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? യെസ്, റിപ്പൽഷൻ അഥവാ വികർഷണമാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? യെസ്, ലൈക്ക് പോൾസ് ഓഫ് ബാർ മാഗ്നറ്റ് റിപ്പൽ ഈച്ച് അതർ. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു എന്ന് നമുക്കറിയാം. ക്ലിയർ ആയോ? വിജാതീയ ധ്രുവങ്ങളാണെങ്കിൽ ആകർഷിക്കും, സജാതീയ ധ്രുവങ്ങളാണെങ്കിൽ വികർഷിക്കും. അതാണ് അവിടെ മിസ് ചിത്രത്തിൽ കാണിച്ചൊന്ന് നോക്കിക്കേ. യെസ്, നോർത്ത് പോൾ സൗത്ത് പോൾ 2 ഓപ്പോസിറ്റ് പോൾസ്, ഡിഫറെന്റ് പോൾസ് ആണ്, അവർ തമ്മിൽ അട്രാക്ട് ചെയ്യും. ഇവിടെ നോർത്ത് പോൾ 2 സെയിം പോൾസ് ആണ്, ലൈക്ക് പോൾസ് ആണ്, അവർ തമ്മിൽ റിപ്പൽ ചെയ്യും. ഇവിടെയും സൗത്ത് പോൾ ലൈക്ക് പോൾസ് ആണ്, ഒരേപോലെയുള്ള ധ്രുവങ്ങളാണ്, അതെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പൊ മാഗ്നറ്റിന്റെ ഏതൊക്കെ പോൾസ് തമ്മിലാണ് അട്രാക്ഷൻ നടക്കുന്നത്, ഏതൊക്കെ പോൾസ് തമ്മിലാണ് റിപ്പൽഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ക്ലിയർ ആയോ? സെറ്റ് ആയോ? എങ്കിൽ ഇതാ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കേ. ക്ലാസിഫൈ ദ ഒബ്ജക്ട്സ് ബേസ്ഡ് ഓൺ ദെയർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിന്റെ ബേസിൽ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട് അല്ലെ? മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അഥവാ കാന്തിക വസ്തുക്കൾ എന്നും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അഥവാ അകാന്തിക വസ്തുക്കൾ എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. എന്താണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അഥവാ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കാന്തിക വസ്തുക്കൾ അകാന്തിക വസ്തുക്കൾ എന്താന്ന് പറഞ്ഞേ? എന്താണ്? സബ്സ്റ്റൻസ് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് ആർ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. എന്താണ്? കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ നമ്മൾ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അഥവാ കാന്തിക വസ്തുക്കൾ എന്ന് നമ്മൾ പറയൂലേ? മാഗ്നറ്റിനെ ആകർഷിക്കുന്നവരെ നമ്മൾ കാന്തിക വസ്തുക്കൾ, മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയും. അതേസമയം ദോസ് നോട്ട് അട്രാക്റ്റഡ് ആർ നോൺ ആസ്, അതായത്
ആകർഷിക്കാത്തവയെ, കാന്തത്തെ ആകർഷിക്കാത്തവയെ നമ്മൾ എന്ത് പറയും? അകാന്തിക വസ്തുക്കൾ അഥവാ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയും അല്ലെ. അപ്പൊ നമ്മൾ കാന്തത്തിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നും, കാന്തിക വസ്തുക്കൾ എന്നും അകാന്തിക വസ്തുക്കൾ എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. കാന്തിക വസ്തുക്കൾ എന്ന് പറഞ്ഞ എന്താണ്? മാഗ്നറ്റ്, കാന്തത്തിനെ അട്രാക്ട് ചെയ്യുന്നവരെ, സബ്സ്റ്റൻസ് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്, മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് പറയും? മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നും, അതേപോലെ ദോസ് നോട്ട് അട്രാക്റ്റഡ്, അതായത് ആകർഷിക്കാത്തവയെ നമ്മൾ എന്ത് പറയും? അകാന്തിക വസ്തുക്കൾ എന്നും നമുക്ക് പറയും. അപ്പൊ ഇവിടെ കുറച്ച് സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്. ബ്ലേഡ്, ത്രെഡ്, വുഡൻ ബ്ലോക്ക്, അയൺ നെയിൽ, പിൻ, പേപ്പർ എന്ന് കുറച്ച് സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, കാന്തത്തെ ആകർഷിക്കുന്നത്? ഏതൊക്കെയാണ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, അകാന്തിക വസ്തുക്കൾ, കാന്തത്തെ ആകർഷിക്കാത്തവ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ക്ലിയർ ആണോ? എങ്കിൽ ഇതാ നോക്കി, ആദ്യം ബ്ലേഡ് ആണ് പറയുന്നത്. ബ്ലേഡ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണോ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണോ? നമ്മുടെ ബ്ലേഡിന്റെ അകത്തെ, നമ്മുടെ ബ്ലേഡ് എന്ന് പറയുന്നത് കാന്തത്തിനെ ആകർഷിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ബ്ലേഡ് ഏതിൽ പെടുത്താം? മാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ പെടുത്താം. ഓക്കെ, അടുത്ത ത്രെഡ് ആണ്. നൂല് കാന്തത്തെ ആകർഷിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് എന്ത്? നമ്മുടെ ത്രെഡ് എന്ന് പറയുന്നത്, അഥവാ നമ്മുടെ നൂല് എന്ന് പറയുന്നത് എന്താണ്? ഒരു അകാന്തിക വസ്തുവാണ്. അടുത്ത നമ്മുടെ വുഡൻ ബ്ലോക്ക് ആണ്. വുഡൻ ബ്ലോക്ക്, മരത്തടി കാന്തത്തെ ആകർഷിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ വുഡൻ ബ്ലോക്ക് ഏതിലാണ് വരുന്നത്? നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അഥവാ അകാന്തിക വസ്തുക്കളിലാണ് വരുന്നത്. അടുത്ത നമ്മുടെ അയൺ നെയിൽ ആണ്. ഇരുമ്പാണി നമ്മുടെ കാന്തത്തെ ആകർഷിക്കാറില്ലേ? ഉണ്ട്. അപ്പൊ അയൺ നെയിൽ വരുന്നത് ഏതിലാണ്? മാഗ്നറ്റിക് സബ്സ്റ്റൻസിലാണ്. നെക്സ്റ്റ് വൺ പിൻ ആണ്. പിന്നും നമ്മുടെ കാന്തത്തെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നും ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അഥവാ കാന്തിക വസ്തുവാണ്. ആൻഡ് പേപ്പർ, നമ്മുടെ പേപ്പർ അട്രാക്ട് ചെയ്യാറുണ്ടോ? പേപ്പർ അട്രാക്ട് ചെയ്യാറില്ല അല്ലെ. അപ്പൊ പേപ്പർ എന്താണ്? അതൊരു നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അഥവാ അകാന്തിക വസ്തുക്കളാണ്. അപ്പൊ ഇതേപോലെ കുറെ സബ്സ്റ്റൻസ് തന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറയും. മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണോ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറയും. അപ്പൊ അതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ ആൻസർ ചെയ്യാം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. നോക്കിക്കോളൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒബ്സർവ് ദ ഫിഗേഴ്സ് ഇൻ വിച്ച് ദ അയൺ ഡസ്റ്റ് ഈസ് സ്റ്റക്ക് ഓൺ ടു ദ ബാർ മാഗ്നറ്റ്. വിച്ച് വൺ ഈസ് കറക്റ്റ്? വൈ? ബാർ മാഗ്നറ്റിൽ ഇരുമ്പ് പൊടി പറ്റിപ്പിടിച്ചിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ഏതാണ് ശരി? എന്തുകൊണ്ട്? ഇവിടെ 3 ബാർ മാഗ്നറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഇരുമ്പ് പൊടി അട്രാക്ട് ചെയ്ത് കിടക്കുന്ന ചിത്രം തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ചിത്രമാണ് ശരി, എന്തുകൊണ്ടാണ് ശരി എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ആ 3 ചിത്രം ഒന്ന് കൃത്യമായിട്ടൊന്ന് നിരീക്ഷിച്ച് നോക്കിക്കേ. ഫസ്റ്റ് ചിത്രം, സെക്കൻഡ് ചിത്രം, തേർഡ് ചിത്രം, ആ 3 ഒന്ന് കൃത്യമായി നിരീക്ഷിച്ച് നോക്കിക്കേ. എവിടെയാണ്, ഏത് ചിത്രത്തിലാണ് ഇരുമ്പ് പൊടി കറക്റ്റ് ആയിട്ട് അട്രാക്ട് ചെയ്തിട്ടുള്ളത് എന്നൊന്ന് നോക്കിക്കേ. കറക്റ്റ് ആയിട്ട് പറ്റി പിടിച്ചിരിക്കുന്നത് ഏത് ചിത്രത്തിലാണ്? നമ്മുടെ 3ാമത്തെ ചിത്രത്തിലാണ് അല്ലെ. ഫിഗർ 3യിലാണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ അയൺ ഡസ്റ്റ്, ഇരുമ്പ് പൊടി സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നത് അല്ലെ. സ്റ്റക്ക് ചെയ്ത് പറ്റി പിടിച്ചിരിക്കുന്നത് ഏതിലാണ്? നമ്മുടെ ഫിഗർ 3യിലാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ബാർ മാഗ്നറ്റിന്റെ കാന്തിക ശക്തി കൂടുതലുള്ളത് അതിന്റെ ഏത് ഭാഗത്താണ്? അതിന്റെ പോൾസിലാണ് അല്ലെ. അതിന്റെ 2 ധ്രുവങ്ങളിലാണ് അതിന്റെ കാന്തിക ശക്തി കൂടുതലായിട്ടുള്ളത്. അപ്പൊ ആ ഭാഗത്തായിരിക്കും നമ്മുടെ അയൺ പൗഡർ, നമ്മുടെ ഇരുമ്പ് പൊടി കൂടുതലായിട്ട് സ്റ്റക്ക് ചെയ്ത് നിൽക്കുക. അല്ലാണ്ട് ഈ ഫസ്റ്റ് ചിത്രത്തിലും സെക്കൻഡ് ചിത്രത്തിലും കാണിച്ച പോലെ ഇങ്ങനെ സെന്റർ ഭാഗത്തോ അല്ലെങ്കിൽ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടോ ആണോ സ്പ്രെഡ് ചെയ്ത് കിടക്കുക? അല്ല, 2 പോൾസിലാണ് അത് എന്ത് ചെയ്യുക? അട്രാക്ട് ചെയ്ത് കിടക്കുക. അതിനുള്ള റീസൺ എന്താണ്? അപ്പൊ ഫിഗർ 3 ആണ് കറക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടെന്നും കൂടി ഒരു ചോദ്യം ഉണ്ടല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആവാൻ കാരണം? യെസ്, മാഗ്നറ്റിക് ഫോഴ്സ് സ്ട്രോങ്ലി ഫെൽറ്റ് ഓൺ പോൾസ് ഓഫ് മാഗ്നറ്റ്. അതായത് കാന്തത്തിന്റെ ധ്രുവത്തിനോട് അടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതൽ അനുഭവപ്പെടുന്നു. 2 പോൾസിലാണ്, നോർത്ത് പോളും സൗത്ത് പോളും അല്ലെ. 2 പോൾസിലാണ് എന്ത് കൂടുതൽ? കാന്തിക ശക്തി കൂടുതൽ. ആ ഭാഗത്തായിരിക്കും ഇരുമ്പ് പൊടി കൂടുതലായിട്ട് അട്രാക്ട് ചെയ്ത് നിൽക്കുക. അതുകൊണ്ട് നമ്മുടെ ഫിഗർ 3, ഇതാ ഈ 3ാമത്തെ ചിത്രമാണ് കറക്റ്റ്. ബാക്കി 2 ചിത്രം എന്താണ്? തെറ്റാണ്. അപ്പൊ ഫിഗർ 3 കറക്റ്റ്. റീസൺ ഇതാണ്, മാഗ്നറ്റിക് ഫോഴ്സ് സ്ട്രോങ്ലി ഫെൽറ്റ് ഓൺ പോൾസ് ഓഫ് മാഗ്നറ്റ്. മാഗ്നറ്റിന്റെ 2 ധ്രുവങ്ങളിലാണ് കാന്തിക ശക്തി കൂടുതലായി അനുഭവപ്പെടുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയോ? സെറ്റ് അല്ലേ? എങ്കിൽ ഇതാ അടുത്തൊരു ചോദ്യം നോക്കിക്കോളൂ. മേക്കിംഗ് യൂസ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് ദ മാഗ്നറ്റ്, ഡിസൈൻ 2 ടോയ് കാർസ് വിച്ച് ഡു നോട്ട് കൊളൈഡ് ഈച്ച് അതർ. കാന്തങ്ങളുടെ ഗുണവിശേഷതകൾ പ്രയോജനപ്പെടുത്തി പരസ്പരം കൂട്ടിമുട്ടാത്ത 2 കളിപ്പാട്ട കാറുകൾ രൂപകൽപ്പന ചെയ്യുക. അതാണ് നിങ്ങളോട് പറയുന്നത്. 2 കളിപ്പാട്ട കാറുകളെ രൂപകൽപ്പന ചെയ്യാനാണ് പറയുന്നത്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട്.
അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? മിസ് ഇവിടെ 2 കാറ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ 2 കാർ ഇവിടെ ഉണ്ട്. ഈ 2 കാറ് തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല. ഡു നോട്ട് കൊളൈഡ് ഈച്ച് അതർ. പരസ്പരം കൂട്ടിമുട്ടരുത് എന്നാണ് പറയുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ച പോലെ എന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടിമുട്ടാൻ പാടില്ല. കൂട്ടിമുട്ടാണ്ട് നിൽക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ എന്താണ്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇങ്ങനെ ഈ കാറിൽ നമ്മൾ ഇങ്ങനെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ഈ കാറിൽ നമ്മൾ ഇങ്ങനെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം മാഗ്നറ്റിന്റെ സെയിം പോളുകളാണ് അടുത്തടുത്ത് വരുന്നതെങ്കിൽ നമുക്കറിയാം അവിടെ എന്താണ് സംഭവിക്കുക? റിപ്പൽഷൻ ആണ് സംഭവിക്കുക അല്ലെ? ഇപ്പൊ സൗത്തും അടുത്ത് വന്നു, അല്ലെങ്കിൽ നോർത്തും അടുത്ത് വന്നാൽ അവിടെ എന്താ സംഭവിക്കുക? റിപ്പൽഷൻ ആണ് സംഭവിക്കുക. അപ്പൊ അവര് കൂട്ടിമുട്ടോ? ഇല്ല, അവരിങ്ങനെ പരസ്പരം റിപ്പൽ ചെയ്ത് പോവാണ് ചെയ്യുക അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ടോയ് കാർ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കാറിന്റെ സൗത്ത് പോൾ ഈ സൈഡിലാണെങ്കിൽ മറ്റേ കാറിന്റെയും സൗത്ത് പോൾ ഈ സൈഡിൽ കൊടുക്കുക. അല്ല ഇനി നോർത്ത് പോൾ ആണെങ്കിലോ? ഇങ്ങനെ നോർത്ത് പോൾ ആണെങ്കിൽ മറ്റേ കാറിന്റെയും നോർത്ത് പോൾ ഈ സൈഡിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? രൂപകൽപ്പന ചെയ്യാൻ. അതേസമയം ഇപ്പൊ ഇവിടെ 2 ബാർ മാഗ്നറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ നോർത്ത് പോൾ ഇവിടെ, സൗത്ത് പോൾ ഇവിടെ. ഇതിന്റെ നോർത്ത് പോൾ ഇവിടെ, സൗത്ത് പോൾ ഇവിടെ. അങ്ങനെയാണെങ്കിലോ ഇവിടെ സൗത്തും നോർത്തും ആണ്. അവർ പരസ്പരം അട്രാക്ട് ചെയ്യും. അവർ പരസ്പരം എന്ത് ചെയ്യും? ആകർഷിക്കും, അട്രാക്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ആ കാറ് തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടും. ഇവിടെ നമുക്ക് കാറ് കൂട്ടിമുട്ടാണോ വേണ്ടത്? ഇവിടെ കാറ് കൂട്ടിമുട്ടാൻ പാടില്ല. അപ്പൊ ഓപ്പോസിറ്റ് പോൾസ് എന്ത് ചെയ്യാൻ പാടില്ല? അടുത്തടുത്ത് വരാൻ പാടില്ല. അപ്പൊ ഒന്നില്ലെങ്കിൽ സൗത്ത് അടുത്തടുത്ത് വരുമ്പോൾ റിപ്പൽഷൻ വരാം, അല്ലെങ്കിൽ നോർത്ത് അടുത്തടുത്ത് വരുമ്പോൾ റിപ്പൽഷൻ വരാം. അപ്പൊ അങ്ങനെ വരുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആ ടോയ് കാറിനെ നമ്മള് അറേഞ്ച് ചെയ്യാൻ, രൂപകൽപ്പന ചെയ്യാൻ. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ടോയ് കാർ ഉണ്ടാക്കിക്കൂടെ? ഇങ്ങനെ പരസ്പരം കൂട്ടിമുട്ടാതെ നിൽക്കുന്ന ടോയ് കാർസ് രൂപകൽപ്പന ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? രണ്ടിലും മാഗ്നറ്റ് കൊടുക്കുക. രണ്ടിന്റെയും സെയിം പോൾസ് അടുത്തടുത്ത് വരുന്ന രീതിയിൽ കൊടുക്കുക. ലൈക്ക് പോൾസ് അടുത്തടുത്ത് വരുന്ന രീതിയിൽ കൊടുക്കുക. അപ്പൊ അവിടെ എന്താണ്? റിപ്പൽഷൻ ആണ്. അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല? അട്രാക്ട് ചെയ്ത് കൂട്ടിമുട്ടില്ല എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. ലൈക്ക് പോൾസ്, ഒരേപോലുള്ള പോൾസ് എന്ത് ചെയ്യണം? അടുത്തടുത്ത് വരണം. അപ്പൊ അവിടെ എന്ത് നടക്കും? റിപ്പൽഷൻ അഥവാ വികർഷണം നടക്കും. വികർഷണം നടക്കുമ്പോൾ അവർ തമ്മിൽ കൂട്ടിമുട്ടില്ല. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക. അത് മിസ് നിങ്ങൾക്ക് ഉറപ്പ് തരാം. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതി ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കുക, എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കുക. അപ്പൊ നമുക്ക് വീണ്ടും നമുക്ക് കാണാം. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്.